ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് തിരുത്താനാണ് കേട്ടോ. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, ചേച്ചി വെളുത്തുള്ളിയുടെ ഫേസ് പാക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട്, ചേച്ചി വെളുത്തുള്ളിയുടെ ഫേസ് പാക്ക് ഒന്ന് ചെയ്ത് കാണിച്ചു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ വെളുത്തുള്ളി സാധാ പോലെ പൊളിച്ച് അതിൽ കുറച്ച് അരിപ്പൊടിയും ചേർത്ത് പിന്നെ കുറച്ച് പാലൊക്കെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തിട്ട് അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മുഖം നല്ല പോലെ പൊള്ളിയിട്ടാ. പൊള്ളിയപ്പോൾ ഞാൻ അത് ഒരിക്കലും വെളുത്തുള്ളി മുഖത്ത് തേക്കരുതെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ഇങ്ങനെ കുറേ അന്വേഷിച്ചപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെളുത്തുള്ളി അങ്ങനെ തന്നെ തേച്ച് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും പൊള്ളും. വെളുത്തുള്ളി വെറുതെ എടുത്താൽ തന്നെ നമുക്ക് പൊള്ളും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി വേവിച്ചിട്ട് വേണം നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാനിപ്പോ ആ വീഡിയോ ചെയ്തിട്ട് ഒരു 2 മാസത്തിന് മേലെയായി എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോ 1 മാസത്തിന് അടുപ്പിച്ചായി ഞാനിപ്പോ ആ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നു. എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ നമ്മുടെ സ്കിന്നിൽ ഈർപ്പം നിലനിൽക്കാനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവാനും ഒക്കെ ഈ വെളുത്തുള്ളിയുടെ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു കുഞ്ഞ് എനിക്ക് വന്ന മിസ്റ്റേക്ക് തിരുത്താനാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായല്ലോ. അപ്പൊ അത് ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാന്ന് കരുതി. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഒരു 10-15 അല്ലി നമ്മൾ ഇച്ചിരി വലിയ അല്ലി ആയിക്കോട്ടെ കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 20 അല്ലി എടുക്കേണ്ടി വരും. വലുതാണെങ്കിൽ ഒരു 10-15 അല്ലി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് നല്ല പോലെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുക്കറിലിട്ട് 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം വെന്തു. അതിലുള്ള വെള്ളം ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. വെള്ളം അത്യാവശ്യത്തിന് വറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് ആ വെള്ളം പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കുക മിക്സിയിൽ. നല്ല പോലെ പേസ്റ്റ് ആവും കേട്ടോ. കാരണം വെളുത്തുള്ളി നല്ലോണം വെന്തല്ലോ, അതുകൊണ്ട് തന്നെ നല്ല പോലെ പേസ്റ്റ് ആവും ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കുറുക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കാരണം ഇതിൽ ലാസ്റ്റ് ഞാൻ ഇടാം എത്രത്തോളം അതിന്റെ കൺസിസ്റ്റൻസി വേണമെന്നുള്ളത്. എന്നിട്ട് നമ്മൾ അതിൽ 2 ഈ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിക്കുക. അത് ഓപ്ഷണലാണ്. ഞാൻ എല്ലാത്തിലും അത് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഈ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ വെളുത്തുള്ളിയും അതുപോലെ ഈ അരിപ്പൊടി മാത്രം മതി കേട്ടോ. എന്നിട്ട് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കിടക്കുക. രാവിലെ എണീറ്റ് കഴുകിയാൽ മതി. അത് കാരണം അത് ഡ്രൈ ആവോ വലിയോ ഒന്നുമില്ല, ഒരു ക്രീം പോലെ തന്നെ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി കളയാം. എന്നിട്ട് നമുക്ക് വല്ല മോയ്സ്ചറൈസറോ മറ്റോ പരട്ടിയിട്ട് നമുക്ക് പരട്ടണ നിർബന്ധമൊന്നുമില്ല. രാത്രി പരട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പരട്ടിയിട്ട് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാം. 2 ദിവസത്തിൽ നമുക്ക് നല്ല വ്യത്യാസം അറിയാം. അപ്പൊ ഇതാണ് കേട്ടോ സംഭവം. ഞാൻ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടതാ. ഇതായിരിക്കും നമ്മളിത് പരട്ടുമ്പോ ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളും. ഒരു ക്രീം പോലെ നമുക്കതൊരു സംഭവം ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റൂല കേട്ടോ. അങ്ങനെയായിട്ട് പൊക്കോളും. അപ്പോൾ നല്ല പോലെ നമ്മുടെ സ്കിന്ന് തിളങ്ങും ചെയ്യും. കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളത് യൂസ് ചെയ്ത് നോക്ക്. ഇതിന്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു കുറുക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി പൊളിക്കുന്നതും പിന്നെ വെളുത്തുള്ളി അരയ്ക്കുന്നതും മാത്രം വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ കുറുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പൊ അതിലെ കൺസിസ്റ്റൻസി കാണിച്ചിട്ട് നമ്മൾ കുറുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഇത് വരൂലേ, അതാകുമ്പോൾ നമ്മൾ നിർത്തണം. കാരണം ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് തിക്കാവും അരിപ്പൊടി ആയതുകൊണ്ട്. ഇപ്പൊ നമ്മൾ ഒരു 15 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 2.5 സ്പൂണെങ്കിലും ഒരു അരിപ്പൊടി എടുക്കുക. അത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം നമുക്ക് പാകത്തിനൊന്ന് ഒഴിക്കുക. അത്രയേ വേണ്ടോ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് അടിപൊളിയാണ്. നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവുകയും ചെയ്യും. സ്കിന്നിന് നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചേട്ടാ, വെളുത്തുള്ളി വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെളുത്തുള്ളി നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടും. എന്നിട്ട് നമ്മളത് ഒരുമിച്ചിട്ടിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുക. ഒരു കുറുക്കിന്റെ പാകത്തിൽ, അതായത് നമ്മുടെ ഒരു ക്രീമില്ലേ, ആ ക്രീമിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 ഈ ക്യാപ്സ്യൂളും കൂടി ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം റെഡിയാണ് കേട്ടോ. ഇതുണ്ടാക്കുന്ന സൂത്രധാരിയാണ് എൻ്റെ അമ്മച്ചിയാണ് ഇതൊക്കെ എനിക്ക് ചെയ്തു തരുന്ന ആളേട്ടാ ഫുള്ള്. അല്ലെങ്കിൽ ഈ മക്കൾക്ക് ഈ അമ്മമാരുണ്ടാക്കി തരുമ്പോ അത് ഉപയോഗിക്കാനാണല്ലോ ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക. അമ്മച്ചി അതിന്റെ നോക്കട്ടെ, പരിവം നോക്കട്ടെ, അതിന്റെ പരിവം ഇങ്ങനെ കാണിച്ചു തന്നെ. ഇങ്ങനത്തെ ഒരു പരുവത്തിൽ നമുക്ക് നിർത്താം കേട്ടോ. കാരണം ഇത് കുറച്ചും കൂടി ഇരിക്കുമ്പോ കട്ടയാവും. ഓഫ് ചെയ്തോ.